ഞാൻ എഴുതുന്നത് കണ്ടിട്ട് ആൾ തനിയെ തന്നെ നമ്മൾ പറയാതെ വചനം എഴുതണ ഒരു ഇതുണ്ടായിരുന്നു. ആൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നടക്കാനൊക്കെ ഉണ്ടെങ്കിൽ വചനം എഴുതും. അതേപോലെ ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങളുണ്ട് എന്നറിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ലത്. വീട്ടിലായാലും അല്ലെങ്കിൽ പള്ളിയിലായാലും ഒരു കുർബാനയ്ക്ക് പോകുമ്പോൾ ഇന്നൊരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ അടുത്ത് പ്രത്യേകമായിട്ട് പറയും. അത് മറ്റുള്ളവർക്ക് വേണ്ടിയാവും, ചിലപ്പോൾ നമ്മൾ അറിയണവരാവും, ചിലപ്പോൾ അറിയാത്തവരാവും. പിന്നെ മരിച്ചവർക്ക് വേണ്ടി, അതിപ്പോൾ ഏത് മതസ്ഥർ അങ്ങനെയൊന്നുമില്ല. ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കും, ആ ഒരു ആത്മാവിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചു. അപ്പോൾ സിമെട്രിയിലൊക്കെ പോകുമ്പോൾ പറയും ഇങ്ങനെ, പ്രത്യേകിച്ച് ഈ ഓൾ സോൾസ് ഡേയുടെ അന്ന് നവംബർ 2 ഒക്കെ പോകുമ്പോൾ കുറേ സ്ഥലത്ത് ആളുകളുണ്ടാവില്ല. അപ്പോൾ ആ ആത്മാക്കളെയൊക്കെ രക്ഷിക്കണേ എന്നൊക്കെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ പറയും, കുഞ്ഞിനാളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് വലുതായി അച്ഛനാവണം എന്ന് ആഗ്രഹം, അച്ഛനാവുമ്പോൾ ഞാൻ പ്രത്യേക ആയിട്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥനാവണം എനിക്ക്. ജോസഫ് ടോപ്പിനെ പഠിപ്പിച്ച് വിട്ട് ആ കീർത്തന സിസ്റ്റർ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർ അടുത്തും ഷെയർ ചെയ്തിട്ടുണ്ട്, സിസ്റ്റർ എനിക്ക് വലുതായിട്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥനാവാൻ ആഗ്രഹം. സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ ആഗ്രഹിക്കുന്ന മക്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ, മരിച്ചവരെ കുറിച്ച് ചിന്തിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവന് കുഞ്ഞുനാളിൽ തോന്നണമെങ്കിൽ അങ്ങനെ ഒരു ഇത് വേണമെന്ന് പറഞ്ഞിട്ട്, ദൈവാനുഗ്രഹമാണത് എന്നൊക്കെ പറഞ്ഞു, അതിൽ വളർത്തിക്കോളോ എന്നൊക്കെ.